അതിനിടയിലായിരുന്നു ഇന്നലെ മന്ത്രി ജെ ചിഞ്ചുറാണി ചില വിചിത്രമായ പരാമർശം നടത്തിയത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഒരു തരത്തിൽ അപഹാസ്യമായ ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. ചെരുപ്പ് എറിഞ്ഞ് കളിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്ന രീതിയിലുള്ള പ്രസ്താവന. ഇതിനെതിരെ കടുത്ത അമർഷം ഉണ്ടായിരുന്നു. CPI-യിൽ തന്നെ, മന്ത്രിയുടെ പാർട്ടിയിൽ തന്നെ ഇതിൽ വലിയ അതൃപ്തി ഉണ്ടായിരിക്കുകയാണ്. അതേ തുടർന്ന് മന്ത്രി ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ, മന്ത്രിയുടെ പ്രസ്താവന. ഇതിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി തന്റെ നിലപാട് തെറ്റായിപ്പോയി എന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. വീഴ്ചയൊക്കെ പരിശോധിക്കണം. കാരണം ഒരു ഷെഡ് അനധികൃതമായിട്ട് കിട്ടിയെന്നുള്ളതാണ് ഇപ്പോൾ കേട്ടത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ കമ്പി, നമുക്കറിയാം കമ്പി എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കമ്പിയല്ല, അതിനകത്തോട്ട് അടുക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വളരെ നോക്കിയും കണ്ട്, ഇത്രയധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് സുരക്ഷ ഉൾപ്പെടെ ഉണ്ടാകണം. അത് KSEB അതിൻ്റെ വീഴ്ചയെ അവരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, ഇതിന് നടപടി എടുക്കാൻ തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ സഹകരിക്കും. കുട്ടി അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി അത് ശരിയാണ്. അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിന്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. പക്ഷെ മന്ത്രി ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. മന്ത്രി ഇന്നലെ ഒരു തരത്തിൽ ആ കുട്ടിയെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലാണ്. കുട്ടി അങ്ങനെ ചെരുപ്പ് എറിഞ്ഞ് കളിച്ചത് കൊണ്ടല്ലേ, അങ്ങോട്ട് വലിഞ്ഞു കയറിയത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. അതിലെന്തായാലും അവർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പാർട്ടിയായ CPI-യിൽ കടുത്ത അതൃപ്തിയായിരുന്നു മന്ത്രി നടത്തിയ പരാമർശത്തെക്കുറിച്ച്. അതിനാലാണ് മന്ത്രി ഒരു ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഒന്നും അറിയാതെ മന്ത്രി നടത്തിയ ഒരു പരാമർശമായിരുന്നുവല്ലോ അത്. പക്ഷേ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി, കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി അവിടെ ഒരു അപകടം ഉണ്ടായതിൽ ഒന്നും അറിയാതെ സൂംബ നൃത്തം നടത്തുകയായിരുന്നല്ലോ ആ സമയത്ത്. പാർട്ടിയിൽ ഏത് തരത്തിലുള്ള വിമർശനമാണ് ഇതേക്കുറിച്ചുണ്ടായത്? കടുത്ത അതൃപ്തി CPI-യിലുണ്ട്. CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് ചിഞ്ചുറാണി, ദേശീയ നേതാവുമാണ്. അത്തരമൊരു നേതാവിൽ നിന്ന്, ഒരു മന്ത്രിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണ നിലയിലാണ് CPI നേതൃത്വം ഇതിനെ കാണുന്നത്. ബിനോയ് വിശ്വം രാവിലെ തന്നെ ചിഞ്ചുറാണി ഫോണിൽ ബന്ധപ്പെട്ടു. തികച്ചും അനൗചിത്യം നിറഞ്ഞ ഒരു നടപടിയായിപ്പോയി ഇതെന്ന ഒരു പരാമർശം അദ്ദേഹം മന്ത്രിയോട് നടത്തി. അടിയന്തരമായി ഖേദം പ്രകടിപ്പിക്കണം എന്ന നിർദ്ദേശവും നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചിഞ്ചുറാണി ഇന്ന് രാവിലെ കൊല്ലത്തെ വീട്ടിലെത്തി ഖേദപ്രകടനം നടത്തിയത്. മന്ത്രിയുടെ ഭാഗത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നാടാകെ ദുഃഖിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു നൃത്തം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രി ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയാണ്. സ്വാഭാവികമായും അവിടെ ആ സാഹചര്യത്തിൽ അത് വേണമായിരുന്ന ചോദ്യമുണ്ട്. അതും ഒരുപക്ഷെ അത് അറിയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു അവിടെ ആവശ്യമനുസരിച്ച് നടത്തിയ നൃത്തം എന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം. പക്ഷെ പരാമർശം വലിയ മോശം പ്രവണതയാണ്, അല്ലെങ്കിൽ മോശം സമീപനത്തിന് തെളിവായി കൂടിയാണ് CPI നേതൃത്വം കാണുന്നത്. പൊതുവിൽ സമൂഹത്തിൽ ആ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അടിയന്തരമായി മന്ത്രിയോട് അത് തിരുത്തി പറയുകയും ആ വീട്ടിൽ പോയി ഖേദം പ്രകടിപ്പിക്കാനും ആവശ്യപ്പെട്ടത്. വീട്ടിൽ പോകുന്നുണ്ടല്ലോ, എപ്പോഴും മന്ത്രി വീട്ടിൽ പോകുമായിരിക്കും. ഇത് ഒരു ശക്തമായ രീതിയിലുള്ള ഒരു പരാമർശം തന്നെ. നേരിട്ട് ബിനോയ് വിശ്വം ചിഞ്ചുറാണിയെ വിളിച്ച് അതൃപ്തി അറിയിക്കുകയും വീട്ടിൽ പോയി ഖേദം നേരിട്ട് പ്രകടിപ്പിക്കണമെന്നും പറയുകയാണോ അരുൺ ചെയ്തത്? മഞ്ജുഷ്, ആ വീട്ടിൽ മന്ത്രി രാവിലെ തന്നെ പോയി കുട്ടിയുടെ കുടുംബാംഗങ്ങളെ കണ്ടു എന്നാണ് മനസ്സിലാകുന്നത്. വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അവിടെ എത്തി മന്ത്രി ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ കർശനമായ നിർദ്ദേശം തന്നെയാണ് അവിടെ CPI-യുടെ സെക്രട്ടറി നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു നടപടി മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ശരിയാണ്. മന്ത്രി എന്തായാലും ഖേദം പ്രകടിപ്പിക്കുവാൻ തയ്യാറായി. മന്ത്രി ഇന്ന് വീട്ടിൽ പോയിരുന്നു, രാവിലെ മന്ത്രി വീട്ടിൽ പോയിരുന്നു. പക്ഷേ ഇന്നലെ ഈ സംഭവം ഉണ്ടായ ഉടൻ മന്ത്രി മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സൂംബ ഡാൻസ് ആണ് അവിടെ. മന്ത്രി ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ആ സമയത്താണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. അവിടെ വെച്ച് ഈ സംഭവം അറിഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞ ആദ്യ പ്രതികരണം അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇട നൽകിയിരുന്നു. മന്ത്രി പറഞ്ഞത് കുട്ടി ചെരുപ്പെറിഞ്ഞ് കളിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്, പുരപ്പുറത്ത് കയറിയത് കൊണ്ടല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിക്ക് ഇട നൽകിയിരുന്നു. വലിയ അമർഷം മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഉണ്ടായിരുന്നു. പാർട്ടിയും ആ രീതിയിൽ തന്നെ കണ്ടിരിക്കുകയാണ്. മന്ത്രി ജെ ചിഞ്ചുറാണി അവർ നടത്തിയ പ്രസ്താവന ശരിയായില്ല എന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തി. ബിനോയ് വിശ്വത്തിന്റെ നിർദ്ദേശപ്രകാരം കുട്ടിയുടെ വീട്ടിൽ മന്ത്രി പോവുകയും ചെയ്തു. ഇന്നലെ മന്ത്രി നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ആ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. അതിലേക്ക് വരാം. മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അതെന്തായാലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രി ആ തിരുത്തൽ വരുത്തിയത്.
സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഇത് മന്ത്രിയുടെ ഇന്നലത്തെ ആ പരാമർശം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു. പെട്ടെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പോലും പറയാൻ പറ്റുകയില്ല. കാരണം അതിനകം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും നേതാക്കൾ അവിടെ എത്തിയിരുന്നു, എന്താണ് കാര്യമെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതിനിടെ മന്ത്രി പക്ഷേ അപക്വമായ രീതിയിലാണല്ലോ ആ പരാമർശം നടത്തിയത്. അത് CPIക്ക് അത് മന്ത്രിയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്നായി മാറുകയല്ലായിരുന്നു. തീർച്ചയായിട്ടും ഇതിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ഗുരുതരമായ പിഴവാണ് എന്നതാണ് പാർട്ടി തന്നെ വിലയിരുത്തിയത്. അതാണ് CPI നേതൃത്വം ഇതിൽ കടുത്ത അതൃപ്തി അറിയിച്ചത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ് ജില്ലയുടെ മന്ത്രി കൂടിയായ ചിഞ്ചു റാണി ഇന്ന് ആ കുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി അവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളോട് തൻ്റെ പരാമർശത്തിൽ പിഴവ് പറ്റി എന്ന കാര്യം പറഞ്ഞത്. കുട്ടി അവിടെ കയറി എന്നത് ശരിയാണ്, പക്ഷെ താൻ അങ്ങനെ പറയരുതായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഖേദപ്രകടനം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമായ കാര്യം. ഒരു കാര്യം കൂടിയുണ്ട്, ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതരെയും ഒപ്പം തന്നെ അവിടുത്തെ പ്രാദേശികമായി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. CPM മാനേജ്മെൻറ്റാണ്, CPM ബന്ധമുള്ള മാനേജ്മെൻറ്റാണ് എന്ന വാർത്തകൾ നിലനിൽക്കുമ്പോൾ തന്നെ മന്ത്രി അത്തരം കടുത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇതാ അല്പസമയം മുമ്പ് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത വാക്കുകൾ കൂടി ശ്രദ്ധേയമാണ്. 3 ദിവസത്തിനകം സ്കൂൾ മാനേജ്മെന്റിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്യേണ്ടത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സർക്കാർ നേരിട്ട് നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. ഒപ്പം നഷ്ടപ്പെട്ടത് സംസ്ഥാനത്തിന്റെ മകനെയാണ്. അങ്ങനെ വൈകാരികമായ തലത്തിൽ ഈ വിഷയത്തിൽ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ ചിഞ്ചു റാണി വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല എന്ന ആക്ഷേപം ആ പാർട്ടിക്ക് അകത്ത് തന്നെയുണ്ട്. ഒടുവിൽ അത് മന്ത്രിക്ക് തിരുത്തേണ്ടി വരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മഞ്ജുഷ്, ഈ വിഷയത്തിൽ സർക്കാർ വലിയ രീതിയിലുള്ള ആക്ഷേപം നേരിടാനുള്ള സാധ്യതയുണ്ട്. 2 രീതിയിലാണ്. ഒന്ന്, KSEB സർക്കാർ സ്വാഭാവികമായും പ്രതിസന്ധിയിലാവുന്നത്. KSEB എന്തുകൊണ്ട് ഇത്ര അപകട സാധ്യതയുള്ള ഇടത്ത് ഒരു സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ല, സ്കൂളിന് സമീപത്തുകൂടെയുള്ള ലൈനിൽ വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അതേസമയം അവിടെ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അവിടെ പ്രതിക്കൂട്ടിലാവുന്നത് CPM നേതൃത്വമാണ്. കാരണം CPM നേതൃത്വത്തിന് ബന്ധമുള്ള ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ MV ഗോവിന്ദൻ അടക്കമുള്ളവർ CPM-ന്റെ സ്കൂളല്ല, മറിച്ച് ചില പാർട്ടിക്കാരൊക്കെ അതിലുണ്ട്, എന്നിരുന്നാൽ കൂടിയും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് നിലപാടെടുത്തത്. കാരണം ഈ വിഷയം വളരെ വൈകാരികമായി കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. സ്കൂളിനകത്ത് വെച്ച് ഒരു വിദ്യാർത്ഥിക്ക് ഷോക്ക് അടിച്ച് മരിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ വൈകാരിക തലത്തിലേക്ക് വലിയ പ്രതിഷേധം പോകുന്നു എന്നതുകൊണ്ട് തന്നെ ജാഗ്രതയുള്ള നിലപാടെടുത്താണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോകുന്നത്. അതിൽ പിഴവ് പറ്റിയാത് ചിഞ്ചു റാണിക്കാണെങ്കിൽ അവരിപ്പോൾ ആ നിലപാട് തിരുത്തിയിരിക്കും. ശരിയാണോ? എന്തെങ്കിലും ചെറിയൊരു പരാമർശം പോലും അത് പൊതുസമൂഹത്തിൽ അതൃപ്തി ഉണ്ടാക്കും എന്നുള്ള ബോധ്യം ഇപ്പോൾ സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് മന്ത്രിയെ കൊണ്ട് ഉടൻ തന്നെ ഇപ്പോൾ തിരുത്തിക്കൽ നടത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, അതുകൂടി കേട്ടു നോക്കാം. അപ്പൊ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്, ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. ഇതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. എന്തായാലും ഇത് വേണ്ടിയിരുന്നില്ല എന്ന് CPI തന്നെ മന്ത്രിക്ക് നിർദ്ദേശം നൽകുകയും അതുപ്രകാരം അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേസമയം ശക്തമായ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട്. ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം, ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യുവാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. മാനേജ്മെന്റ്